ഹായ്. കാന്താര ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 1 month ആവുന്നു. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഈ രുക്മിണി വാസൻ അതിലെ നടിയുടെ ഫാൻസാണ് പലരും അല്ലേ. പക്ഷെ കാന്താര സിനിമേനേക്കാളും മുമ്പ് രുക്മിണി വാസന്തിൻ്റെ ഒരു സിനിമ, അത് 2 പാർട്ടാണ്. അത് കണ്ട് ഡിപ്രഷനിലായി കരഞ്ഞു മെഴുകിയ ഒരുപാട് യുവാക്കളുണ്ട്. നമ്മൾ മെയിൻ കേരളം പറയുവാണെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന രുക്മിണി വാസന്ത് അതിനകത്ത് ആ ഒരു അട്ടിയറൊക്കെ അടിപൊളിയാണ്, ഒരു റാണി ലെവലൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരിയുടെ വായിക്കൊള്ളാത്തൊരു പേരുണ്ട്. ഞാൻ ആ പേര് പറയാം. സപ്തസാഗര ദാച്ചെ യെല്ലോ സൈഡ് എ ആൻഡ് സൈഡ് ബി. 2 വർഷത്തിന്റെ ഇടവേളയിൽ ഇറങ്ങിയ സിനിമയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മക്കളെ തീർന്ന്. ബിക്കോസ് ഹൊറർ മൂവി ഫോർ മെൻ എന്ന് പറയും. ആണുങ്ങൾക്ക് അതൊരു ഹൊറർ മൂവിയാണ്. മീൻസ് അത്രയധികം ഡീപ്പായിട്ടൊരു പ്രണയത്തിനെ കാണുന്ന, അതൊരു പ്രണയ നഷ്ടം, ലവ് ഫെയിലിയറിനെ കാണിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ മാമൂല് കണ്ടുവരുന്ന ഒരു സിനിമയല്ല ഈ സിനിമ. ഞാനത് ഇറങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റും കണ്ടിട്ടുണ്ട്, സെക്കൻഡ്. ഫസ്റ്റ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് സെക്കൻഡ് കണ്ടത്. പിന്നെ ഓഫ് കോഴ്സ് രക്ഷിത് ഷെട്ടിയുടെ ആക്ടിങ്ങും. ഇപ്പം ഈ കാന്താര ഇറങ്ങിയ സമയത്ത് ഈ രുക്കു ഫാൻസായ ഒരുപാട് പേരുണ്ട്, രുക്മിണി വാസന്തിന്റെ ആൾക്കാർ. പിന്നെയാണ് ഈ സിനിമ കാണുന്നത്. അതുകൊണ്ട് എന്തുവാ ഈ സപ്തസാഗര ദാച്ചി യെല്ലോ സൈഡ് എ, സപ്തസാഗര ദാച്ചി യെല്ലോ സൈഡ് ബി, ഈ 2 സിനിമ ഇപ്പം ഭയങ്കര ക്ലിക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഭയങ്കരമായിട്ട് അഭിപ്രായം നേടുകയാണ്. ഇതിൻ്റെ ഒരുപാട് സാഡ് ആയിട്ടുള്ള റീൽസൊക്കെ ഇപ്പം ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കും, ഇതിലെ സോങ്സ് ഓൾസോ. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ കന്നഡ സിനിമയെ ഒരു മാറ്റിമറിക്കുന്ന ഒരു ആളാണ് ഈ രക്ഷിത് ഷെട്ടി. സോ പുള്ളിയുടെ കിരിക്ക് പാർട്ടി കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഈ 2 പടം ഇറങ്ങുന്നത്. അവനെ ശ്രീമൻ നാരായണൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക, സാഡ് മൂവീസ് കാണുന്നതിന് പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സിനിമയാണ് സപ്തസാഗർ ദാച്ച് യെല്ലോ സൈഡ് എ ബി. അതിലുള്ള രുക്മിണിയാണ് മക്കളെ ശരിക്കും രുക്മിണി. ആ ഒരു സിംപ്ലിസിറ്റിയും ആ ഒരു നാട്ടിൻപുറത്തെ ഒരു സ്ത്രീയുടെ എല്ലാ ലുക്കും ഉള്ളൊരു ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു സിംഗറായിട്ടാണ് പുള്ളിക്കാരി ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു സിനിമ എടുത്തു. അത് 2 പാർട്ടും ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ടെങ്കിൽ വിഷമായി കളയും. കാരണം എനിക്ക് തോന്നുന്നു ആഷ്കി 2 കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും എന്താ പറയുക, ഹേർട്ട്ഫുൾട്ടായിട്ട് തോന്നിയൊരു മൂവിയാണ് ഈ സപ്തസാഗര ദാച്ച് യെല്ലോ സൈഡ് എ സൈഡ് ബി. അപ്പോൾ നിങ്ങളും എന്താ പറയുക, ഒരു ഫിലിം ലവർ ആണെങ്കിൽ നിങ്ങളും ഈ സിനിമ കാണണം. അത്ര കണ്ട് അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ മാത്രമല്ല, ഇപ്പം കണ്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരുടെയൊക്കെ അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ സപ്തസാഗർ ദാച്ച് യെല്ലോ സൈഡ് എ സൈഡ് ബി എനിക്ക് ഏത് OTT പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ ടൈമിൻ്റെ കാണുക. നല്ല സോങ് ഉണ്ട്, നല്ല അഭിനയ മുഹൂർത്തങ്ങളുണ്ട്, നല്ലൊരു കാമ്പുള്ളൊരു കഥയുണ്ട്. ഇത്തിരി സാഡൊക്കെ ആണെങ്കിലും ഐ തിങ്ക് ദാറ്റ്സ് ഓക്കെ ഫോർ റസ്. യുനോ, നമ്മൾ മലയാളീസ് ആകാശദൂത് കണ്ട് കരഞ്ഞ നമുക്ക് ഇതൊന്നും ഒന്നുമല്ലല്ലോ. സോ എല്ലാവരും ഈ സിനിമ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ കുറേ മുമ്പ് കണ്ടാണ്. ഞാൻ ഭയങ്കരമായിട്ട് അതിലെ സോങ്സും കാര്യങ്ങളൊക്കെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് തോന്നിയത് പറയണം തോന്നുന്നു. കാരണം കാന്താര ഇപ്പോൾ OTT ഇറങ്ങിയ സമയത്തും ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര വലിയ സംഭവമാണ് പുള്ളിക്കാരുടെ റോൾ. പക്ഷെ അതൊന്നും ഒന്നുമല്ല. ഈ സപ്തസാഗർ ദാച്ച് യെല്ലോ സൈഡ് ബി കണ്ടു കഴിഞ്ഞാൽ രുക്മിണി ചെയ്ത എനിക്കൊന്ന് കരിയർ ബെസ്റ്റ് ഏറ്റവും. ഇതിലൊരു സീനുണ്ട് മക്കളെ, ഒരു ടീ ഷോപ്പിൽ നിന്നൊരു സീനുണ്ട്. രക്ഷിത് ഷെട്ടിയും ഈ രുക്മിണി വാസന്തും അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ചായ കുടിക്കുന്ന ഒരു സീൻ. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് എവർ സീൻ. ആ ഒരു നടിയുടെയും നടന്റെയും എക്കാലത്തെ മികച്ചൊരു സീൻ അവർ തന്നെ പറഞ്ഞിട്ടുള്ള, ഈ നടി തന്നെ പറഞ്ഞിട്ടുള്ളൊരു സീനാണ്. സോ നിങ്ങൾ ആ സിനിമ കാണുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്